പകൽ വെളിച്ചത്തിൽ പോലും ആരും നീണ്ടുനോക്കാൻ ഇഷ്ടപ്പെടാത്ത മലയുടെ നിഴൽ പോലെ താഴ്ന്നു കിടക്കുന്ന ഒരു താഴ്വര അവിടെയുണ്ടായിരുന്നു. പേര് ആരും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ തന്നെ രാത്രിയിൽ കാറ്റ് പേരെ കേട്ട് തിരിച്ചു വിളിക്കും എന്ന് നാട്ടുകാർ വിശ്വസിച്ചതുകൊണ്ട് ആ താഴ്വരയിലേക്കുള്ള കുറുങ്ങിയ വഴിയിലൂടെ സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പ് ആരെങ്കിലും കാൽവെച്ചാൽ പോലും അവന്റെ നെഞ്ചിനകത്ത് കാരണമറിയാത്ത ഒരു ഭാരവും ശ്വാസം മുട്ടിക്കുന്ന ഒരു തണുപ്പും കയറി വരുമായിരുന്നു. കാരണം അവിടെ ഭൂമിയും വായുവും പോലും പഴയൊരു നിലവിളി ഒളിപ്പിച്ചുവച്ചിരുന്നതുപോലെ തോന്നുമായിരുന്നു. രാത്രി പിറക്കുമ്പോൾ ആ താഴ്വര ഒരിക്കലും ഉറങ്ങാറില്ലായിരുന്നു. പകലൊക്കെ ശാന്തമായി കിടന്ന മരങ്ങളും പാറകളും വെള്ളവും സൂര്യൻ മറഞ്ഞ ഉടനെ പതിയെ ഉണരുന്നുവെന്ന പോലെ ശബ്ദം ഉണ്ടാക്കിത്തുടങ്ങും. കാറ്റ് വെറും കാറ്റായി തോന്നാതെ ആരോ വളരെ പഴയൊരു കഥ പുഞ്ചിരിയില്ലാതെ ചുണ്ടുകളിൽ നിന്ന് ചുണ്ടുകളിലേക്ക് പറഞ്ഞു നടക്കുന്ന പോലെ കാതിൽ വീശിവരും. ദൂരെയോ അടുത്തോ എന്നറിയാത്ത വിധത്തിൽ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പോലുള്ള ശബ്ദം കേൾക്കും. പക്ഷേ അവിടെ വർഷങ്ങളായി ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ലെന്ന സത്യം എല്ലാവർക്കും അറിയാമായിരുന്നു. ആ താഴ്വരയിൽ ഒരു കാലത്ത് മനുഷ്യർ ജീവിച്ചിരുന്നു. വളരെ പഴയ കാലം. മണ്ണിനോടും വെള്ളത്തിനോടും പ്രാർത്ഥനയോടും ചേർന്ന് ജീവിച്ചവർ. പക്ഷേ ഒരു രാത്രിയിൽ, ചന്ദ്രൻ പകുതി മാത്രം തെളിഞ്ഞു നിന്ന ഒരു രാത്രിയിൽ, അവിടെ എന്തോ സംഭവിച്ചു. അത് ആരും നേരിട്ട് കണ്ടിട്ടില്ല. കണ്ടവരുണ്ടായിരുന്നെങ്കിൽ അവരെ പിന്നെ ആരും കണ്ടിട്ടില്ല. കാരണം അന്ന് രാത്രിയിൽ ഉറങ്ങിയവർ എല്ലാം ഉറക്കത്തിൽ തന്നെ ശ്വാസം നിലച്ചുപോയി എന്ന് പഴയ തലമുറ പറഞ്ഞു കേട്ടിരുന്നു. രാവിലെ വെളിച്ചം വന്നപ്പോൾ വീടുകൾ തുറന്ന നിലയിൽ, അടുപ്പിൽ കെടുത്താത്ത തീ, ചോറുകുടം പാതി വേവിച്ച നിലയിൽ, പക്ഷേ മനുഷ്യരുടെ ശരീരങ്ങൾ തണുത്ത ശില പോലെ കിടന്നിരുന്നു. ആ സംഭവത്തെക്കുറിച്ച് ആരും ഉറക്കെ സംസാരിച്ചില്ല. കാരണം സംസാരിക്കുന്നവരുടെ നാവിന് കനം കൂടും. സ്വപ്നങ്ങളിൽ കറുത്ത പുക് കയറിവരും. ഉറക്കത്തിൽ ശ്വാസം മുട്ടി അവർ ഉണർന്നു കരയും. അതുകൊണ്ടുതന്നെ ആ താഴ്വരയെക്കുറിച്ച് കഥകൾ മിണ്ടാതെ കണ്ണുകളിൽ ഒളിപ്പിച്ചാണ് ആളുകൾ കൊണ്ടുനടന്നത്. പക്ഷേ കഥകൾ മിണ്ടാതെ പോയാലും രാത്രിയിൽ അവ സ്വയം പുറത്തു വരുമായിരുന്നു. കാരണം അന്ന് മരിച്ചവരുടെ ആത്മാക്കൾക്ക് മണ്ണിൽ കിടക്കാൻ പറ്റിയില്ല. വായുവിലാണ് അവർ കുടുങ്ങിയത് എന്ന് പറയപ്പെടുന്നു. ഇന്നും രാത്രിയിൽ ആ താഴ്വരയ്ക്ക് സമീപം ആരെങ്കിലും എത്തിപ്പെട്ടാൽ ആദ്യമായി അവൻ ശ്രദ്ധിക്കുന്നത് അസാധാരണമായ നിശബ്ദതയായിരിക്കും. ചീവീടുകളുടെ ശബ്ദമില്ല, തവളകളില്ല, കാറ്റ് പോലും ഒരിടത്ത് തങ്ങിനിന്നുപോലെ. ആ നിശബ്ദത നീളുമ്പോൾ നെഞ്ചിനകത്ത് ഒരു വിറയൽ വളരും. പിന്നെ പതിയെ ഭൂമിയുടെ ഉള്ളിൽ നിന്നെന്ന പോലെ ഒരു നീണ്ട നിസ്സഹായമായ ശ്വാസവലി ശബ്ദം ഉയരും. അത് ഒരാളുടെ ശ്വാസമല്ല, ഒരുപാട് പേരുടെ അവസാന ശ്വാസങ്ങൾ ഒന്നിച്ചു ചേർന്ന ശബ്ദം പോലെ തോന്നും. ആ താഴ്വരയുടെ നടുവിൽ ഒരു പഴയ കുളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളമില്ല. പക്ഷേ രാത്രിയിൽ അതിന്റെ അടിത്തട്ടിൽ നിന്ന് കറുത്ത മഞ്ഞുമേഘം പോലെ എന്തോ ഉയരുന്നതായി ചിലർ കണ്ടിട്ടുണ്ട്. ആ മഞ്ഞ് മുകളിലേക്ക് വരുമ്പോൾ ചുറ്റുമുള്ള വായു കട്ടിയാകുന്നു. ശ്വാസം എടുക്കാൻ പറ്റാതെ വരുന്നു. കണ്ണിനു മുന്നിൽ മരിച്ചവരുടെ മുഖങ്ങൾ മിന്നിമറയും. വായു തുറന്ന് നിലവിളിച്ചാലും ശബ്ദം പുറത്തുവരില്ല. കാരണം ആ താഴ്വരയിൽ ശബ്ദം പോലും ഭയന്ന് ഒളിച്ചോടുന്നു. പഴയവർ പറഞ്ഞു, ഒരിക്കൽ ആ താഴ്വര ഭൂമിയോട് ചെയ്ത ഒരു വലിയ തെറ്റിന് ശിക്ഷ അനുഭവിക്കുകയാണ്. ഭൂമിയുടെ ഉള്ളിൽ അടഞ്ഞുകിടന്ന എന്തോ ഒരു ദിവസം ശ്വാസം വിട്ടപ്പോൾ അതിന്റെ ശ്വാസം മനുഷ്യരുടെ ജീവനെടുത്തുവെന്ന്. അതുകൊണ്ടാണ് ഇന്നും രാത്രിയിൽ അവിടെ ശ്വാസം എടുക്കുമ്പോൾ മരണത്തിന്റെ തണുപ്പ് കയറിവരുന്നത് എന്ന്. പക്ഷേ ഇത് കേട്ടു വളർന്നവർ പോലും നേരിൽ കണ്ടിട്ടില്ലാത്ത ഒരു ഭയത്തെ എന്തിന് ഇത്ര പേടിക്കണം എന്ന് ചിന്തിച്ചു. അങ്ങനെ ഒരു നാൾ, വർഷങ്ങൾക്ക് ശേഷം, ഒരു കൂട്ടം ആളുകൾ, കഥകൾ മാത്രം കേട്ടു വളർന്നവർ, ആ താഴ്വരയെ രാത്രിയിൽ കാണണം എന്ന ആകാംക്ഷയിൽ അവിടേക്ക് ഇറങ്ങി. അവർ ചിരിച്ചു, ധൈര്യം നടിച്ചു. പക്ഷേ സൂര്യൻ മറഞ്ഞ നിമിഷം ആദ്യത്തെ തണുത്ത കാറ്റ് അവരുടെ മുഖത്ത് തട്ടിയപ്പോൾ ആ താഴ്വര ഒരിക്കൽ പോലും മരിച്ചിട്ടില്ല, അത് കാത്തിരിക്കുകയായിരുന്നു എന്ന് അവർക്കും നമ്മൾക്കും ഒരേ സമയം മനസ്സിലായി. സൂര്യൻ പൂർണ്ണമായി മറഞ്ഞതോടെ ആ താഴ്വരയുടെ മുകളിൽ ആകാശം പോലും അസ്വസ്ഥനായി നിശ്ചലമായതുപോലെ തോന്നി. നക്ഷത്രങ്ങൾ മങ്ങിപ്പോയി. ചന്ദ്രൻ മേഘങ്ങൾക്കുള്ളിൽ ഒളിച്ചുനോക്കുന്ന ഒരു കണ്ണുപോലെ മാത്രം തെളിഞ്ഞു നിന്നു. അപ്പോൾ തന്നെ അവിടെ എത്തിയവരുടെ ചിരികൾ പതിയെ ശബ്ദമില്ലാത്ത വിരയലായി മാറി. കാരണം കാൽവെച്ച മണ്ണ് സാധാരണ മണ്ണല്ലെന്ന്, അതിൽ എന്തോ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അവരുടെ കാലുകൾക്ക് തന്നെ അനുഭവപ്പെട്ടു. ആദ്യമായി അവർ കേട്ടത് ഒരു കാൽവെപ്പ് ശബ്ദമായിരുന്നു. പക്ഷേ അത് അവരുടെ പിന്നിലോ മുന്നിലോ അല്ല, എല്ലായിടത്തുനിന്നും ഒരേ സമയം കേട്ടതുപോലെ. ഒരുപാട് ആളുകൾ ഒരുമിച്ച് നനഞ്ഞ മണ്ണിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. പക്ഷേ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമില്ല, മരങ്ങളും കല്ലുകളും മാത്രം. എന്നാൽ ആ നിശ്ചലതയ്ക്കുള്ളിൽ എന്തോ നോക്കി നിൽക്കുന്നുണ്ടെന്ന ബോധം അവരുടെ നെഞ്ചു ഞെരിച്ചുകെട്ടി. അവർ മുന്നോട്ട് നടന്നു. കാരണം പിന്നോട്ട് പോകാൻ ആരുടെയും കാലുകൾ തയ്യാറായില്ല. കാറ്റ് ശക്തമായി. പക്ഷേ ഇലകൾ അനങ്ങുന്നില്ല. കാറ്റ് നേരെ ചെവിക്കുള്ളിലേക്കാണ് കയറിയത്. അവിടെ ആരോ വളരെ മന്ദമായി മന്ത്രിക്കുന്നതുപോലെ. വാക്കുകൾ വ്യക്തമല്ല. പക്ഷേ അതിൽ ഒരു അപേക്ഷയുണ്ടായിരുന്നു. ഒരു കുറ്റസമ്മതം പോലെ. അല്ലെങ്കിൽ ഒരിക്കലും കേൾക്കപ്പെടാത്ത ഒരു നിലവിളി പോലെ. കേൾക്കുന്നവന്റെ മനസ്സ് പിളർത്തുന്ന തരത്തിൽ. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അവർ ആ പഴയ കുളം കണ്ടു. പകൽ വെളിച്ചത്തിൽ വെറും ഒരു ഉണക്കക്കുഴി മാത്രമായിരുന്ന കുളം ഇപ്പോൾ അതിന്റെ അടിത്തട്ടിൽ നിന്ന് കറുത്ത മഞ്ഞ് പതിയെ ഉയരുന്നത് അവർ വ്യക്തമായി കണ്ടു. പുകപോലെ. പക്ഷേ പുക അല്ല, ജീവിച്ചിരിക്കുന്ന എന്തോ. അത് ഉയരുന്നിടത്ത് വായു കട്ടിയായി. ശ്വാസം എടുക്കാൻ അവർ ബുദ്ധിമുട്ടി. ഒരാൾ നെഞ്ചുപിടിച്ച് മുട്ടുകുത്തി വീണു. അവന്റെ കണ്ണുകൾ തുറന്ന നിലയിൽ. പക്ഷേ അവൻ കാണുന്നത് ഈ ലോകമല്ലെന്ന് തോന്നുന്ന വിധത്തിൽ.
അപ്പോൾ തന്നെ കുളത്തിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം, വെള്ളമില്ലാത്ത കുളത്തിൽ നിന്ന് ഒരു 100 പേരുടെ ശ്വാസം ഒരുമിച്ച് പുറത്തുവിടുന്ന ശബ്ദം പോലെ. അത് കേട്ടതും അവരുടെ ശരീരങ്ങൾ അനങ്ങാതെ പോയി, കാലുകൾ മണ്ണിൽ ഒട്ടിപ്പോയതുപോലെ. ഓടണം എന്ന് മനസ്സ് പറയുമ്പോഴും ശരീരം കേൾക്കുന്നില്ല. കാരണം ആ താഴ്വരയുടെ നിയമം അതായിരുന്നു. ഭയം തോന്നുന്ന നിമിഷം മുതൽ നിങ്ങൾ അവിടെയുടെ ഭാഗമാകുന്നു. മഞ്ഞിനുള്ളിൽ നിന്ന് രൂപങ്ങൾ തെളിഞ്ഞു തുടങ്ങി. വ്യക്തമായ മുഖങ്ങളില്ല, പക്ഷേ കണ്ണുകൾ മാത്രം. അനവധി കണ്ണുകൾ, തുറന്നു നിൽക്കുന്ന, ഉറങ്ങാൻ മറന്ന ആത്മാക്കളുടെ കണ്ണുകൾ. അവ ഓരോന്നും നോക്കിയത് നേരെ അവിടെയെത്തിയവരുടെ ഉള്ളിലേക്കായിരുന്നു. പഴയ കാലത്ത് ആ താഴ്വരയിൽ ജീവിച്ചിരുന്നവരുടെ ആത്മാക്കൾ, അന്ന് ഒരു രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവർ, ഇന്നും അവസാന ശ്വാസം പുറത്തുവിടാൻ കഴിയാതെ വായുവിൽ കുടുങ്ങിയവർ. അവരിൽ ഒരാൾക്ക് കുട്ടിക്കാലത്ത് മുത്തച്ഛൻ പറഞ്ഞ കഥ ഓർമ്മ വന്നു. ആ താഴ്വരയിൽ ഭൂമിയുടെ ഉള്ളിൽ അടഞ്ഞുകിടന്നിരുന്ന വിഷവാതകം പോലെ ഒന്നുണ്ടായിരുന്നുവെന്നും അത് ഒരിക്കൽ പുറത്തുവന്നപ്പോൾ ഉറങ്ങിക്കിടന്ന മനുഷ്യരുടെ ശ്വാസം കവർന്നെടുത്തുവെന്നും. പക്ഷേ അവരുടെ ആത്മാക്കൾക്ക് ശരീരം വിട്ടുപോകാൻ പറ്റിയില്ലെന്നും. കാരണം അവർ മരിച്ചതല്ല, ശ്വാസം മാത്രം നഷ്ടപ്പെട്ടതാണെന്നും. അതുകൊണ്ടാണ് ഇന്നും അവർ ശ്വാസം തേടി നടക്കുന്നതെന്നും. ആ ഓർമ്മ മനസ്സിൽ തെളിഞ്ഞ നിമിഷം അവന്റെ ചെവിക്കരികിൽ ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു, വളരെ അടുത്ത്, നമ്മൾ മരിച്ചിട്ടില്ല എന്ന വാക്കുകൾ. ആ ശബ്ദം കേട്ടതും അവൻ നിലവിളിക്കാനായി വായ് തുറന്നു. പക്ഷേ അവന്റെ ശ്വാസം തന്നെ അവന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുന്നതുപോലെ തോന്നി. നെഞ്ചൂന്യമായി, കണ്ണുകൾ ഇരുട്ടിൽ മുങ്ങി. മറ്റുള്ളവർ അത് കണ്ടു. ഒരാൾക്കൊരാൾ വീഴുന്നത്, ശ്വാസം മുട്ടി, കണ്ണുകൾ തുറന്ന നിലയിൽ കുളത്തിനരികിൽ ചിതറിക്കിടക്കുന്നത്. അപ്പോൾ അവർക്കു മനസ്സിലായി, ഈ താഴ്വര കഥയല്ല, മുന്നറിയിപ്പാണ്. രാത്രിയിൽ ഇവിടെ എത്തുന്നവർക്ക് ഭൂമി തന്നെയാണ് ശ്വാസം നിഷേധിക്കുന്നത്. കാരണം ഒരിക്കൽ അവൾക്ക് ചെയ്ത തെറ്റ് ഇന്നും അവൾ മറന്നിട്ടില്ല. അവസാനം മഞ്ഞ് മുഴുവൻ താഴ്വരയും മൂടിയപ്പോൾ ആ സ്ഥലം ഒരു ജീവനുള്ള ശവക്കുഴി പോലെ മാറി. അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾ മാത്രം ഓടി. അവൻ ഓടുമ്പോൾ പിന്നിൽ നിന്നു അനവധി കാൽവെപ്പുകളുടെ ശബ്ദം. പക്ഷേ തിരിഞ്ഞുനോക്കാൻ അവൻ ധൈര്യപ്പെട്ടില്ല. കാരണം തിരിഞ്ഞുനോക്കുന്നവർ പിന്നെ മനുഷ്യരായി മടങ്ങിയിട്ടില്ലെന്ന് അവന്റെ ഉള്ളിലെ ഒരു ശബ്ദം മുന്നറിയിപ്പ് നൽകി. എന്നാൽ അവൻ രക്ഷപ്പെട്ടുവെന്ന് നമ്മൾ കരുതുമ്പോഴും ആ താഴ്വരയിൽ നിന്ന് ഒരിക്കൽ ശ്വാസം നഷ്ടപ്പെട്ടവൻ പൂർണ്ണമായി രക്ഷപ്പെടില്ലെന്ന സത്യം രാത്രികൾ കടന്നുപോകുമ്പോൾ പതിയെ വെളിപ്പെടുകയായിരുന്നു. അവൻ ഓടി രക്ഷപ്പെട്ടുവെന്ന് ഗ്രാമത്തിനു പുറത്തുള്ള ലോകം വിശ്വസിച്ചു. കാരണം പുലർച്ചെ സൂര്യൻ ഉയരുന്നതിനു മുമ്പ് ആ മനുഷ്യൻ താഴ്വരയുടെ അതിരിൽ ബോധം കെട്ട് വീണുകിടക്കുന്നത് ചിലർ കണ്ടിരുന്നു. ശരീരം തണുത്തിരുന്നു, പക്ഷേ ജീവനുണ്ടായിരുന്നു. കണ്ണുകൾ തുറന്നിരുന്നെങ്കിലും അവയിൽ ഒന്നും പ്രതിഫലിച്ചില്ല. ആരെങ്കിലും പേര് വിളിച്ചാൽ അവൻ തിരിഞ്ഞുനോക്കും, പക്ഷേ നോക്കുന്നത് ആ വ്യക്തിയെ അല്ല, അവന്റെ പിന്നിലെ ശൂന്യതയായിരുന്നു. അവൻ ആ താഴ്വരയിൽ നിന്ന് പുറത്തുവന്നില്ല. ആ താഴ്വര അവനകത്ത് കയറിയിറങ്ങി. ആ ദിവസത്തിനു ശേഷം അവൻ ഉറങ്ങാൻ തുടങ്ങി. പക്ഷേ ഉറക്കം മനുഷ്യന്റെ ഉറക്കം ആയിരുന്നില്ല. രാത്രി 12 കഴിഞ്ഞാൽ അവൻ കിടക്കയിൽ എഴുന്നേറ്റിരിക്കും, കണ്ണുകൾ തുറന്ന നിലയിൽ, ശ്വാസം എടുക്കാതെ, നെഞ്ച് അനങ്ങാതെ. വീട്ടിലെ മറ്റുള്ളവർ ശ്വാസം പിടിച്ചു നോക്കി നിൽക്കും. കാരണം അവന്റെ ചുണ്ടുകളിൽ നിന്ന് പുറത്തുവരുന്ന ശബ്ദം അവന്റേതല്ലായിരുന്നു. ഒരുപാട് പേരുടെ ശ്വാസങ്ങൾ ഒന്നിച്ചു ചേർന്ന ഒരു ശബ്ദം. അതേ ശബ്ദം ആ താഴ്വരയിൽ നിന്നു കേട്ടതായി അവർക്ക് ഓർമ്മ വന്നു. പതിയെ അവൻ സംസാരിച്ചു തുടങ്ങി. സ്വപ്നത്തിലാണോ ഉണർവിലാണോ എന്നറിയാത്ത അവസ്ഥയിൽ അവൻ പറഞ്ഞ കഥകൾ അവന്റെ അറിവിന് അപ്പുറത്തായിരുന്നു. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങൾ, ആരും എഴുതിയിട്ടില്ലാത്ത മരണങ്ങൾ, ഒരേ രാത്രി കൊണ്ട് ശ്വാസം നഷ്ടപ്പെട്ട വീടുകൾ. അവൻ ഓരോ പേര് വിളിക്കുമ്പോഴും ആ പേരുകൾ കേട്ട മുതിർന്നവർ വിറച്ചു. കാരണം അവയിൽ പലതും അവരുടെ പൂർവികരുടെ പേരുകളായിരുന്നു. അവൻ പറഞ്ഞു, ആ താഴ്വര ഒരിക്കൽ മനുഷ്യരുടേതായിരുന്നില്ല, അത് ഭൂമിയുടെ ശ്വാസകോശം ആയിരുന്നുവെന്ന്. മലകളുടെ അടിയിൽ അടഞ്ഞുകിടന്ന ഒരു ജീവൻ. മനുഷ്യർ അവിടെ വീടുവെച്ചു, കുഴികൾ കുത്തി, കുളം വറ്റിച്ചു, ഭൂമിക്ക് ശ്വാസം എടുക്കാൻ വഴിയില്ലാതാക്കി. അപ്പോൾ ഒരു രാത്രി ഭൂമി തന്നെ ശ്വാസം തിരിച്ചെടുത്തു. മനുഷ്യരുടെ ശ്വാസം കവർന്നുകൊണ്ട്. പക്ഷേ അവരെ കൊല്ലാൻ അവൾ ഉദ്ദേശിച്ചില്ല, അവരെ ഓർമ്മയായി സൂക്ഷിക്കാനായിരുന്നു. അവൻ പറഞ്ഞതനുസരിച്ച് ആ രാത്രിയിൽ മരിച്ചവർ മരിച്ചുപോയില്ല. അവർ ശ്വാസം ഇല്ലാതെ ബോധത്തോടെ കുടുങ്ങിപ്പോയി. ശരീരം മണ്ണിൽ, മനസ്സ് വായുവിൽ. അതുകൊണ്ടാണ് ഇന്നും രാത്രിയിൽ ആ താഴ്വര ശ്വസിക്കുന്നത്, അവിടെ കയറുന്നവരുടെ ശ്വാസം പരീക്ഷിക്കുന്നത്. ശക്തരായവർ പോലും ഒടുവിൽ അതിന്റെ ഭാഗമാകുന്നത്. പതിയെ ഗ്രാമത്തിൽ അസ്വാഭാവിക സംഭവങ്ങൾ തുടങ്ങി. രാത്രിയിൽ കിണറുകൾക്കരികിൽ ശ്വാസവലി ശബ്ദം, അടഞ്ഞ വീടുകളിൽ അടുപ്പുതീ കത്തുന്നത്, ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾ ഒരേ സമയം ഉണർന്ന് ഒരേ വാക്ക് പറയുന്നത്, നമ്മൾ മരിച്ചിട്ടില്ല. ആരും ആ താഴ്വരയിലേക്ക് പോകുന്നില്ലെങ്കിലും ആ താഴ്വര ഗ്രാമത്തിലേക്ക് നീങ്ങുന്നതുപോലെ തോന്നി. അതിരുകൾ ഇല്ലാതാകുന്നു, രാത്രികൾ നീളം കൂടുന്നു. ഒരു ദിവസം പുലർച്ചെ ആ മനുഷ്യനെ ആരും കണ്ടില്ല. കിടക്ക ശൂന്യം, വാതിൽ തുറന്ന നിലയിൽ. കാലടയാളങ്ങൾ പുറത്തേക്കല്ല, വീടിനകത്തേക്ക് തന്നെയായിരുന്നു. മതിലിനകത്തേക്ക് അവസാനിച്ചുപോയ കാൽവെപ്പുകൾ. അതിനുശേഷം ആ വീട്ടിൽ ആരും ഉറങ്ങിയിട്ടില്ല. കാരണം രാത്രി വന്നാൽ മതിലുകൾക്കുള്ളിൽ നിന്ന് ശ്വാസം എടുക്കുന്ന ശബ്ദം കേൾക്കും. ഇന്നും ആ താഴ്വരയ്ക്ക് പേര് ഇല്ല, കാരണം പേര് വിളിച്ചാൽ അത് ഉണരും എന്നാണ് വിശ്വാസം. പക്ഷേ ചില രാത്രികളിൽ കാറ്റ് ഒരു പേര് പറയുന്നതുപോലെ തോന്നും. പകുതി കേൾക്കും, പകുതി മങ്ങിയിരിക്കും. ആ പേര് കേട്ടാൽ ശ്വാസം പിടിച്ചു നിൽക്കണം, കണ്ണടയ്ക്കരുത്.
കാരണം ഒരിക്കൽ ആ താഴ്വരയുടെ ശ്വാസം നിങ്ങളുടെ ഉള്ളിൽ കയറിയാൽ നിങ്ങൾ എവിടെയായാലും രാത്രിയിൽ അത് നിങ്ങളെ കണ്ടെത്തും. അതുകൊണ്ടാണ് ഇന്നും മലകൾക്കിടയിൽ രാത്രി യാത്ര ചെയ്യുന്നവർ കാരണമില്ലാതെ ശ്വാസം മുട്ടുമ്പോൾ, നെഞ്ചു തണുക്കുമ്പോൾ ഒരു നിമിഷം നിശ്ചലമായി നിന്നു ചോദിക്കുന്നത്, ഇത് എന്റെ ശ്വാസമാണോ? അല്ലെങ്കിൽ അവിടെയെത്തിയതാണോ? കാരണം ചില ഭീകരതകൾ സ്ഥലങ്ങളിൽ ഒതുങ്ങുന്നില്ല, അവ മനുഷ്യനകത്ത് താമസിക്കാൻ പഠിച്ചിരിക്കുന്നു.